ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ വീട്ടിലും എല്ലായ്പ്പോഴും പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ഒന്നാണ് ചെറുനാരങ്ങ. അപ്പോൾ ഈ ചെറുനാരങ്ങ നമ്മൾ നീരെടുത്തതിന് ശേഷം മിക്കവാറും കളയാണ് പതിവ്. അതുപോലെ തന്നെ ചുരുക്കം ചിലപ്പോൾ അച്ചാറുണ്ടാക്കും. പക്ഷേ അച്ചാറുണ്ടാക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റൊന്നും കിട്ടില്ല. എന്നാലും കളയാണ്ടിരിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് അച്ചാർ നമ്മൾ. പക്ഷേ അതിലെല്ലാം വളരെയധികം ഉപയോഗപ്രദമായ ഒന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞ് വരുന്ന ചെറുനാരങ്ങ ഒന്നുകിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട ഒരു ബോട്ടിലിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ചെറുനാരങ്ങ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ചെറുനാരങ്ങയുടെ തൊണ്ട്, ചെറുനാരങ്ങ അല്ല കേട്ടോ, സോറി. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെയായിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിത് അരച്ച ചെറുനാരങ്ങയുടെ തൊണ്ടും ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഈ കാണുന്ന വാഷ് ബേസിനാണ്. എന്തഴുക്ക് പിടിച്ച് ഈ വാഷ് ബേസിനും ചുറ്റുവട്ടം എല്ലാം കിടക്കുന്നത്, ടൈലുൾപ്പെടെ പൈപ്പ് എല്ലാം. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇത് വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ചെറുനാരങ്ങയും ഉപ്പും ചേർത്ത് അരച്ചിരിക്കുന്നത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ പിടിപ്പിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് കഴുകാൻ സാധിക്കും. കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷായിട്ട് പുതിയ സിങ്ക് വാങ്ങിച്ച പോലെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് പൈപ്പും വാഷ് ബേസിനും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സൈഡിൽ ഞാനിത് പിടിപ്പിച്ച് കൊടുത്തു തേച്ച്. അതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട്, അതിന് നല്ല ഫ്രഷ് സ്ക്രബ്ബർ വേണോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വേണമെന്നൊന്നുമില്ല കേട്ടോ, സാധാരണ സ്ക്രബ്ബർ തന്നെ മതി നമുക്ക്. അത് ഉപയോഗിച്ച് നല്ലപോലെ ഈ ടാപ്പും വാഷ് ബേസിനും എല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. സാധാരണ നമ്മൾ വാഷ് ബേസിനൊക്കെ കഴുകുന്ന പോലെ തന്നെ, പക്ഷേ അതിലും വൃത്തിയായിട്ട് നമ്മുടെ സോപ്പ് ലിക്വിഡ് എല്ലാം ഉപയോഗിച്ച് കഴുകുന്നതിലെല്ലാം വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇത് കഴുകിയതിന് ശേഷം. അപ്പോൾ നമ്മൾ കഴുകി നല്ലപോലെ ഉരച്ചെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാപ്പും വാഷ് ബേസിനുമൊക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വാഷ് ബേസിനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലേ, നല്ല പുത്തനായിട്ട് വെട്ടിത്തിളങ്ങുന്ന വാഷ് ബേസിൻ കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ചോപ്പിംഗ് ബോർഡാണ്. ഇത് ഞാൻ പഴയ ഒരു ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഫ്രഷായിട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇത് പഴയതാണ്. അപ്പോൾ ഇതൊന്ന് വെളുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇത് നമ്മളുടെ വാഷ് ബേസിനെല്ലാം കിട്ടിയതുപോലെ നല്ല ഫ്രഷായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിലും നമുക്ക് നല്ലതുപോലെ തന്നെ ഈ അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം നമുക്ക് ഇതിലേക്ക് ഈ ചെറുനാരങ്ങ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് തടവി കൊടുക്കുകയാണ്. നിറയെ എല്ലാ ഭാഗത്തുമായിട്ട് ഇതിന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വയ്ക്കാം. വച്ച് അതൊന്ന് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവാണ്, കണ്ടില്ലേ, മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പാചകം ചെയ്തതിൻ്റെ അഴുക്കുകളും എല്ലാം ഈ ഗ്യാസ് സ്റ്റൗവിൽ പടർന്ന് ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ടെങ്കിൽ ഈ ഗ്യാസ് സ്റ്റൗവ് ഒരുപാട് പഴയതാണ്. അതുകൊണ്ട് തന്നെ ചില അംശങ്ങൾ തുരുമ്പിൻ്റെ പോലെ ആയിട്ടുണ്ട്, അത് പോകില്ല ബാക്കി. പക്ഷേ എല്ലാ അഴുക്കുകളും നമ്മുടെ ഫുഡ് വേസ്റ്റ് വീണതൊക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ
ഈ നാരങ്ങ ഉപ്പ് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം നല്ലതുപോലെ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അത് നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് പുരട്ടി കൊടുക്കുന്നത്. കൈ വെച്ചിട്ടാണെങ്കിലും തൂത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ അതിലേക്ക് വെറുതെ അപ്ലൈ ചെയ്യുന്നല്ലേ ഉള്ളൂ, അതല്ലാതെ ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ കുറച്ച് സമയം ഇതെല്ലാം നല്ലപോലെ പുരട്ടി വെച്ചിട്ട് അതിലുള്ള റിങ്ങും മറ്റു സാധനങ്ങളെല്ലാം മാറ്റി അതും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗ്യാസ് സ്റ്റവ് ഓപ്പൺ ചെയ്യാനുള്ള സൈഡിൽ എല്ലായിടത്തും അഴുക്ക് പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെയും എല്ലാം നമുക്കിത് നല്ലതുപോലെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ അതെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആ ചോപ്പിംഗ് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് നല്ലപോലെ ആ പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി ചെന്നിട്ടുണ്ട്. ആ സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നല്ലപോലെ അഴുക്കെല്ലാം പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സാധാരണ സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെല്ലാം നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ ചോപ്പിംഗ് ബോർഡ് ഒന്ന് കഴുകി നോക്കുകയാണ് കേട്ടോ ഞാൻ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്രയും തന്നെ ഞങ്ങളുടെ അഴുക്ക് പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പഴയ ചോപ്പിംഗ് ബോർഡാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി വീണ്ടും കുറച്ച് നമ്മുടെ ചെറുനാരങ്ങ ഉപ്പും കൂടി അരച്ചത് ഒന്നുകൂടി പുരട്ടി വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി അഡീഷണലായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടാണ് ഈ ചോപ്പിംഗ് ബോർഡിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് ശേഷം കുറച്ച് നേരം കൂടി ഇവിടെ വയ്ക്കാം, നമുക്കിത് റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് എന്തായി എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഇതെല്ലാം പിടിച്ചിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റേണ്ടത് മാറ്റുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ എത്ര ഭംഗിയായിട്ട് ഇതൊക്കെ മാറി കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇത് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതിൻ്റെ ആവശ്യം, പെട്ടെന്നൊന്ന് കാണിച്ചാൽ പോരെ, ഷോർട്ടായിട്ട് ഇട്ടൂടെ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. ഷോർട്ടായിട്ട് ഇടാൻ നമുക്ക് സാധിക്കും, എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെ മാറുന്നുള്ളതും ഒക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ഓരോന്നും കാണിച്ചു തരുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഷോർട്ട് ഇടാനറിയാം, പക്ഷേ ഷോർട്ട് ഇടാറും ഉണ്ട്, അറിയാമല്ലോ. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്.
ഞാനിപ്പോൾ ഇത് ഉരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഒരു സ്ക്രബ്ബർ പോരാൻ തോന്നിയത് കൊണ്ട്, അതേപോലെ തന്നെ ഒരെണ്ണം ഫ്രഷ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ ഇതാ പോകുന്നുണ്ട്. ആ പഴയത് എടുക്കുന്നതോറും സോഫ്റ്റായി തീരുമല്ലോ. പുതിയതാകുമ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ ഇത് വൃത്തിയാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തതെല്ലാം ഒന്ന് തുടച്ച് മാറ്റി വൃത്തിയാക്കി നോക്കാം നമുക്ക് എത്രയുണ്ട് വൃത്തിയായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. എല്ലാവർക്കും അറിയാമല്ലോ, ആ ഭാഗത്ത് അധികം നമ്മുടെ അഴുക്കൊന്നും പിടിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം ക്ലീൻ ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ ബർണറെല്ലാം ഇരിക്കുന്ന ഭാഗം ഒന്നുകൂടി ക്ലീൻ ആവാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
നമ്മളുടെ ചോപ്പിംഗ് ബോർഡ് ഇതാ കണ്ടില്ലേ, അത്രയും നേരം കൊണ്ട് പുരട്ടി വെച്ച കാരണം ഒന്നുകൂടി നല്ല പോലെ വൃത്തിയായിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് വീണ്ടും ഒന്ന് നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ചോപ്പിംഗ് ബോർഡൊക്കെ നമുക്ക് ആവുന്ന വിധത്തിൽ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുതിയ ചോപ്പിംഗ് ബോർഡാണെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും കറുപ്പ് കളർ വരാതെ തന്നെ നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് നമ്മൾ കുറച്ച് നേരം ഒന്നുകൂടി നമ്മളുടെ ലിക്വിഡൊക്കെ പുരട്ടി വെച്ചിട്ട് പോയതാണ്. അത് വീണ്ടും വന്ന് നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് അതിൻ്റെ റിങ്ങെല്ലാം ഇട്ട് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റൗവായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മളൊന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളുടെ വാഷ് ബേസിൻ, അതേപോലെ തന്നെ ടൈല്, ബാത്റൂമിലെ ടൈല് എന്നിവയെല്ലാം ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കത് ഈ സിങ്ക് സ്റ്റീലിൻ്റെത് ആദ്യം കാണിച്ചത് നമ്മൾ സാധാരണ സെറാമിക്കിൻ്റെ വാഷ് ബേസിനാണ്. അപ്പോൾ അതും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ. പിന്നെ ടൈലും ചെറിയൊരു ഭാഗം ടൈലിൻ്റെ കൂടെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെയും ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തേച്ച് ഒന്ന് കുറച്ച് കൂടുതൽ ഹാർഡായിട്ട് ഉപ്പ് കൂടി ചേർത്ത് നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓടിൻ്റെ പാത്രങ്ങളും എല്ലാം നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇനി മുതൽ ചെറുനാരങ്ങയുടെ തൊണ്ട് ആരും കളയില്ലല്ലോ അല്ലേ. ആരും പറമ്പിലേക്ക് വലിച്ചെറിയേണ്ട, സൂക്ഷിച്ച് വെച്ചോളൂ. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഉപ്പിട്ട ഒരു പാത്രത്തിൽ ഏതിലെങ്കിലും അടച്ചു വെച്ചോളൂ. അതിനുശേഷം കുറച്ചായി കഴിയുമ്പോൾ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് കണ്ടുമുട്ടാം.
നമ്മളുടെ ഇതേ ലാസ്റ്റ് ഐറ്റമായ ടൈലാണ്. ടൈലിൻ്റെ ക്ലീനിങ്ങും കണ്ടല്ലോ അല്ലേ, വളരെ വൃത്തിയായിട്ട് തന്നെ ടൈലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് പാത്രങ്ങൾ തേക്കാനുള്ള ഒരു ലിക്വിഡാക്കി മാറ്റാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളുടെ ഇഷ്ടാനുസരണമുള്ള ലൂസിൽ ഒരു ബോട്ടിലാക്കി അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. നമ്മളുടെ വീഡിയോ കുറച്ച് അധികം തന്നെ നീണ്ടുപോയി എന്നുള്ള വാസ്തവമാണ്. കാരണം ഓരോന്നും പറഞ്ഞും കാണിച്ചും വന്നപ്പോൾ അങ്ങനെ ആയതാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. എന്തായാലും ശരി, നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ.